ഡയലോഗുകളെ സാമാന്യം നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംവിധായകനാണ് ജിത്തു ജോസഫ്. ദൃശ്യം എടുത്താൽ തന്നെ ജോർജ് കുട്ടി ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് താൻ വേറൊരു ദിവസമാണ് പോയത് എന്ന് ലിറ്ററലി പറഞ്ഞുകൊണ്ടാണ്. മെമ്മറീസിലും ദൃശ്യത്തിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പരിപാടി വീണ്ടും സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മിറാഷിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതാണ് ട്വിസ്റ്റ്, ഇതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു ട്വിസ്റ്റ് കൂടി ഇടുന്ന സംഭവം ഇവിടെയും കാണാൻ സാധിക്കും. പക്ഷെ മറ്റ് രണ്ട് സിനിമകളും ഒരു വാവ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ട്വിസ്റ്റിന് വേണ്ടി അത് ചെയ്തതുപോലെ തോന്നി. സർപ്രൈസ് ആക്കാൻ വേണ്ടി ഓരോ ട്വിസ്റ്റുകൾ ആഡ് ചെയ്യും തോറും പടം കൂടുതൽ ജനറിക് ആയിട്ട് മാറുന്ന പോലെയാണ് തോന്നിയത്. ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള അശ്വിനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. വളച്ചൊടിച്ച സത്യങ്ങളല്ല, ഫാക്ട് മാത്രമേ പറയൂ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൻ്റെ മേധാവിയാണ് അശ്വിൻ. ഒരു ഘട്ടത്തിൽ കോയമ്പത്തൂരുള്ള ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തിലെ തൊഴിലാളിയുടെ മരണം അശ്വിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിൽ ചില നിഗൂഢതകൾ ഉണ്ടെന്ന് തോന്നിയ അശ്വിൻ മരിച്ചുപോയ വ്യക്തിയുടെ കാമുകിയെ ഇതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ സഹായിക്കാൻ തീരുമാനിക്കുന്നു. ആ യാത്രയിൽ അവർ അറിയുന്ന കാര്യങ്ങളും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയിൽ അഭിരാമി എന്ന അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം പോലീസ് സ്റ്റേഷനിൽ പോകുന്നൊരു സീനുണ്ട്. തൻ്റെ കാമുകന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബന്ധത്തെക്കുറിച്ച് ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ അവിടെയുള്ള പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കഥ കേട്ടിട്ട് ക്ലീഷേ സിനിമാ സ്റ്റോറി പോലെ ഉണ്ടല്ലോ എന്ന്. ഒരർത്ഥത്തിൽ ആ കഥാപാത്രം അങ്ങനെ റെസ്പോണ്ട് ചെയ്തത് ഈ സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണെന്ന് പറയാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. അതായത് സാമാന്യം സിനിമകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ചില കഥാപാത്രങ്ങൾ ഏത് രീതിയിൽ സ്വഭാവം മാറുമെന്ന് നമുക്ക് ഊഹിക്കാം. അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒന്നാം പകുതിയിൽ നടക്കുന്നുണ്ട്. സിനിമ അതൊരു വലിയ സംഭവമായിട്ട് റിവീൽ ചെയ്യുന്നുമുണ്ട്. ഒന്നാം പകുതിയിൽ ഒട്ടും മെൻഷൻ ചെയ്യാത്ത രീതിയിൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന ആദ്യത്തെ ട്വിസ്റ്റ് കാണുമ്പോൾ പടം ഇനിയൊന്ന് വേറെ രീതിക്ക് പോകുമെന്ന് നമ്മളൊന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞ് അടുത്ത ട്വിസ്റ്റ് എന്ന രീതിയിൽ പടം മുന്നോട്ട് പോകുമ്പോൾ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കുന്നതിന് പകരം അതിപ്പോൾ എങ്ങനെ എന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനേ പടത്തിന് സാധിക്കുന്നുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിലേക്ക് ഒരു ഷോക്ക് വാല്യൂവിന് വേണ്ടിയിട്ട് കഥ കുറ്റം ചാർത്തി കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ലോജിക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്നില്ല. ഇതിലെ ട്വിസ്റ്റുകളുടെ ഒരു പോക്ക് കണ്ടപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ ഇടക്കാലത്ത് ഉണ്ടാക്കിയിരുന്ന റീലുകളാണ് ഓർമ്മ വന്നത്. കാമുകനും ഒരുമിച്ച് പോകുന്നു, പെട്ടെന്ന് വേറൊരാൾ വന്ന് ഇതിൽ ആരെങ്കിലും കൊല്ലാൻ നോക്കും, അയാൾ ചത്തുപോയി എന്ന് വിചാരിച്ച് നായികയോ നായകനെയോ മറ്റേയാളുടെ കൂടെ പോകാൻ നോക്കുമ്പോൾ ചത്തുപോയ ആൾ എഴുന്നേറ്റ് വന്നിട്ട് കൊല്ലാൻ നോക്കിയ ആളുടെ കൂടെ പോകും, അവസാനം കാമുകിയോട് സലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ പോകും. ആ സൈസ് ട്വിസ്റ്റുകളൊക്കെ ഉള്ള റീലുകളില്ലേ, അതിൻ്റെ ഒരു ബിഗ് ബജറ്റ് വേർഷൻ പോലെ തോന്നി ഈ പടത്തിൻ്റെ ഒരു ഐഡിയ. അശ്വിൻ എന്ന ഓൺലൈൻ റിപ്പോർട്ടർ ആയിട്ടുള്ള കഥാപാത്രത്തെ ആസിഫ് അലി കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. പണ്ട് പുള്ളി വളരെ രസകരമായിട്ട് സ്ക്രീനിൽ ചെയ്തുകൊണ്ടിരുന്ന ഫ്രോഡ് പരിപാടി ചെയ്യാനുള്ള അവസരം ഈ സിനിമയുടെ തുടക്കത്തിൽ കിട്ടുന്നുണ്ട്. കഥ മുന്നോട്ട് പോകുന്തോറും ആ കഥാപാത്രങ്ങളിലെ മാറ്റങ്ങൾ നല്ലപോലെ പ്രസന്റ് ചെയ്യാൻ ആസിഫ് അലിക്ക് സാധിക്കുന്നുണ്ട്. എഴുതി വെച്ചത് അതേപോലെ പറയുന്ന ടൈപ്പ് ഇതിലെ ഡയലോഗുകൾ ഒരുപക്ഷെ ഏറ്റവും വൃത്തിയിൽ സ്ക്രീനിൽ പറഞ്ഞ് ഫലിപ്പിച്ചത് ആസിഫ് അലിയാണ്. തന്നെ ഏൽപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിൻ്റെ ഒരു നിഷ്കളങ്കത ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്തുക എന്നൊരു ടാസ്ക്കാണ് അപർണ ബാലമുരളിക്ക് ലഭിച്ചിട്ടുള്ളത്. സംഭവം ആ ഉത്തരവാദിത്വം അപർണ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും തിരക്കഥാ ലെവലിൽ തന്നെ ആ കഥാപാത്രത്തെ അങ്ങനെ എല്ലാ സമയത്തും നിഷ്കളങ്കിയാക്കി വെക്കുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കല്ലുകടിയായിട്ട് തോന്നി. സ്വന്തം ഫിൽമോഗ്രാഫി കാരണം ഈ സിനിമയിൽ ഒരുപക്ഷെ വിചാരിച്ച രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റാതെ പോയ നടനാണ് ഹക്കീം ഷാജഹാൻ. നിങ്ങൾ പുള്ളിയുടെ അധികം പടം കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരുവിധം എല്ലാ പടവും കണ്ടിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ റിയൽ ക്യാരക്ടർ ഒളിപ്പിച്ചു വെക്കുക എന്ന കാര്യം വൃത്തിക്ക് ചെയ്യാൻ ഹന്ന റജി കോശിക്ക് സാധിക്കുന്നില്ല. രണ്ടാം പകുതിയിൽ ദീപക് പറമ്പോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഡീലൊക്കെ നടത്താൻ നോക്കുന്ന സീൻ അൺഇൻറ്റൻഷണൽ കോമഡി ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. ഡയലോഗുകൾ വഴി ഓഡിയൻസിനെ വല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്യാൻ നോക്കുന്നതാണ് ഈ പടത്തിനെ നിരാശപ്പെടുത്തുന്ന ഒരു ക്രിയേഷനാക്കി മാറ്റുന്നത്. എല്ലാ കഥാപാത്രങ്ങൾക്കും അമിതമായിട്ട് ഡയലോഗുകൾ കൊടുത്ത് എല്ലാം ഓഡിയൻസിന് ക്ലിയർ ആക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഇതിലുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദീപക് പറമ്പോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഡീലൊക്കെ ക്രാക്ക് ചെയ്യാൻ നോക്കിയിട്ട് സീരിയസ് ആയിട്ട് ഡയലോഗ് വഴി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡയലോഗ് സീരിയസ് ആണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഇൻറ്റൻസ് ആണ്, പക്ഷേ എവിടെയോ ഇതിൻ്റെ ഒരു ഓവറായിട്ടുള്ള എക്സ്പ്ലെയിനിങ് സ്വഭാവം കാരണം ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ എന്ന് നമുക്ക് തോന്നുകയും സംഭവം മൊത്തത്തിൽ ചെറുതായിട്ടൊരു കോമഡി ടോണിലേക്ക് മാറുന്നുണ്ട്. വലിയ സ്കെയിലിലുള്ള ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത സീനുകൾ വെച്ച് സിംഗിൾ ഷോട്ട് ഉണ്ടാക്കുന്ന പരിപാടി ജിത്തു ജോസഫിന് പണ്ടേ ഒരു വീക്ക്നെസ് ആണ്. മെമ്മറീസിൽ ഹീസ് ഔട്ട് ദെയർ എന്ന് പൃഥ്വിരാജ് പറയുന്നതിന് ശേഷമുള്ള സീന് ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഏതാണ്ട് അതേപോലെ ഒരു സാധനം ഇവിടെയുമുണ്ട്. വിഷ്വൽ എഫക്ട്സിൻ്റെ നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ അത് കാണുമ്പോൾ തോന്നുന്ന ഗിമ്മിക് ഫീല് ഇവിടെയും ഉണ്ട്. ചേസുകളും ഫൈറ്റുകളും കുറച്ചധികം ഉള്ളതുകൊണ്ട് സിനിമാറ്റോഗ്രാഫി കുറച്ചുകൂടെ അജൈലായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഈ പടത്തിലെ വില്ലൻ്റെ വലങ്കൈ ആയിട്ട് വരുന്നൊരു കഥാപാത്രമുണ്ട്. പുള്ളി ആദ്യം ഒരു സീനിൽ വന്നിട്ട് തോക്കൊക്കെ എടുത്ത് ഞെട്ടിക്കുമ്പോൾ നമ്മളും ഒന്ന് പേടിക്കും. പക്ഷെ കഥ മുന്നോട്ട് പോകും തോറും ഈ ചങ്ങാതി തോക്കെടുത്താൽ നമുക്ക് ചെറുതായിട്ട് ചിരി വരുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ട്. അവസാനം കാത്ത് പുള്ളി വെടിവെക്കുമ്പോൾ വെട്ടം സിനിമയുടെ ക്ലൈമാക്സിൽ ഇന്നസെൻ്റ് വെടിവെച്ച പോലത്തെ അവസ്ഥയായിരുന്നു. കാണുന്നവൻ ഞെട്ടണം എന്ന ഉദ്ദേശത്തോടെ ട്വിസ്റ്റുകൾ പ്ലേസ് ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് മിറാഷ്. പക്ഷേ എവിടെയൊക്കെയോ ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ ഒന്നും തോന്നില്ല,
അല്ലെങ്കിൽ ഇത് കുറച്ച് ഓവറായി പോയില്ലേ എന്ന് തോന്നുന്ന അവസ്ഥയാണ് മിക്കവാറും ട്വിസ്റ്റുകൾക്ക്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്